രാഹുൽ ഗാന്ധി തന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു ഉറപ്പാണ് പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 2026 ഈ നിമിഷം കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. എന്നാൽ 2026 കഴിയുമ്പോഴേക്കും സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി വരുമെന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. അതായത് പല സംസ്ഥാനങ്ങളും BJPയുടെ കൈവെള്ളയിൽ നിന്നും പോകും. BJP ഇപ്പോൾ ജാർഖണ്ഡിൽ കളിച്ച ഈ വൃത്തികെട്ട കളി, കോർപ്പറേറ്റ് പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കളി, അതിന്റെ എല്ലാ രീതിയിലുള്ള നേട്ടവും കൊയ്തെടുത്തുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും സമ്പൂർണമായി 3/2 ഭൂരിപക്ഷത്തോടെ ഭേദഗതികൾ കൊണ്ടുവരാനും അത് എളുപ്പം, പ്രത്യേകിച്ചും വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും എളുപ്പത്തോടെ പാസാക്കാൻ കഴിയുമെന്നുമാണ് വിചാരിക്കുന്നതെങ്കിൽ കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. കോൺഗ്രസിന് 100-ൽ കൂടുതലായി അംഗബലം വർദ്ധിക്കുന്നു. പല MP-മാരും കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയുള്ള ലയനത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഒപ്പമുള്ള MP-മാർ NCP-യിലെ സുപ്രിയ സുലെ അടക്കം വരുന്ന 8 MP-മാർ, രാജശേഖർ റെഡ്ഡിയുടെ മകനായ ജഗൻമോഹന്റെ പാർട്ടിയിലെ 4 MP-മാർ, ഇവരെല്ലാം കോൺഗ്രസ് നേതൃത്വവുമായി അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇതിൽ 25ഓളം MP-മാർ കോൺഗ്രസിലേക്ക് തന്നെ എന്നുള്ളത് കൺഫേംഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. തൃണമൂലിലെ വിമത MP-മാരുടെ നീക്കം മാത്രമാണ് ഇവിടെ പാളിച്ച പറ്റിയിരിക്കുന്നത്. എന്നാൽ അത് അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിൽപ്പിന് വേണ്ടി വലിയ തോതിൽ അവർ എടുത്ത തെറ്റായ തീരുമാനമായി തന്നെയാണ് അതിനെ കണക്കാക്കേണ്ടത്. തിരിഞ്ഞു നോക്കലില്ലാതെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പരസ്പരം സംസാരിക്കാതെ ഏതറ്റം വരെയും അധികാര കൊതി മൂത്തുകൊണ്ടുള്ള ചില ക്രിയകൾ മാത്രമാണ് ഇപ്പോൾ തൃണമൂലിലെ ഭൂരിഭാഗം MP-മാരും നടത്തിയിരിക്കുന്നത്. അത് അവർക്ക് ദോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. BJP അവരെ പരിഗണിക്കാൻ പോകുന്നില്ല. താൽക്കാലികമായി കേവല ഭൂരിപക്ഷമില്ലാത്ത പാർട്ടി എന്ന രീതിയിൽ BJP അവരെ സ്വാഗതം ചെയ്യും. അവർക്ക് വൺ ടൈം സെറ്റിൽമെന്റ്, ഒരുപക്ഷെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് തന്നെ കൊടുക്കുമായിരിക്കാം. പക്ഷെ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനായി കോർപ്പറേറ്റുകൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് തമ്പുരാക്കന്മാർക്ക് വേണ്ടി കുഴലൂതുന്ന മോദിക്ക് ആ MP-മാരെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള പൈസ കൃത്യമായി അക്കൗണ്ടിലേക്ക് എത്തുമെന്നത് ആർക്കാണ് അറിയാത്തതെന്ന് പരിഹസിക്കുകയാണ് രാഹുൽ ഗാന്ധി.